അങ്ങനെ വികാര നിർഭരമായ 100 ദിവസത്തെ ജൈത്രയാത്രക്കൊടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ കിരീടാവകാശിയായിരിക്കുകയാണ് ജിൻഡോ മച്ചാൻ. 100% കൺഫേംഡ് ആയ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ജിൻഡോ മച്ചാൻ ഉയർത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ കിരീടം, അല്ലെങ്കിൽ അതിന്റെ സിംഹാസനമോ ട്രോഫിന്നോ എന്തും പറയാം. ജിൻഡോ കൈക്കലാക്കിയിരിക്കുകയാണ്. ഇന്ന് നടക്കാനിരിക്കുന്ന ഫിനാലെ എപ്പിസോഡിൽ ജിൻഡോ നേടിയ ആ ഒരു കൂറ്റൻ വോട്ടിന്റെ ലീഡ് സ്ക്രീനിൽ കാണിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രയും വോട്ടിന്റെ ലീഡാണ് മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജിൻഡോന് കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയാൻ പറ്റുന്നത്. എന്തൊക്കെയാണെങ്കിലും വലിയൊരു വിജയമാണ് ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ നേടിയെടുത്തത്. ഈ ഒരു അവസരത്തിൽ ഞാനൊരു കാര്യം അറിയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 4ൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത് 2ാമത്തെ ആഴ്ചയിൽ ജാസ്മിൻ കുറച്ച് കണ്ടസ്റ്റൻസ് ആയിട്ട് പേഴ്സണലി ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ഇടപെടാൻ ചെന്നപ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ എത്തി നോക്കുന്നവൻ എന്ന് പറഞ്ഞ ഒരു ചീത്തപ്പേരോടുകൂടി എല്ലാവരും ഒരുപോലെ ഒറ്റപ്പെടുത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ഡോക്ടർ റോബിൻ ശ്രദ്ധിക്കപ്പെട്ടത്. സീസൺ 5ന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് സീസണിലേക്ക് വന്ന അഖിൽ മാരാർ ലാലേട്ടന് മുന്നിൽ വെച്ച് നമ്മുടെ സാഗർ അഖിൽ മാരാർ തന്റെ കയ്യിൽ ക്യാപ്റ്റൻസി ബാൻഡ് ഇടണമെങ്കിൽ സ്വന്തമായിട്ടൊരു മാപ്പ് എന്നോട് പേഴ്സണലി പറയണം എന്നുള്ള രീതിയിൽ ശാഠ്യം പിടിച്ചപ്പോൾ ലാലേട്ടൻ നമ്മുടെ ലൈൻ കട്ട് വിളിച്ചു പോവുകയും മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും അഖിൽ മാരാറിനെ ഒരുപോലെ കുറ്റപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് അഖിൽ മാരാറിന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ കിട്ടിയത്. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, ജിൻഡോ മച്ചാൻ എപ്പോഴാണ് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയത്? ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഏറ്റവും അധികം ഒറ്റപ്പെടലുകൾ അനുഭവിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ. ജിൻഡോ തന്നെ പലപ്പോഴും അതവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആദ്യം ജിൻഡോ ശ്രദ്ധിക്കപ്പെട്ട ആ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കാരണം എനിക്കത് പെട്ടെന്ന് റിയലൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു പെർട്ടിക്കുലർ എപ്പിസോഡിൽ, അങ്ങനെ ഒരൊറ്റ എപ്പിസോഡിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ജിൻഡോന്റെ ഗെയിം. ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിച്ച് ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കാനും അവർക്കിടയിൽ ആ ഒരു മാനിപ്പുലേഷൻ വിജയിപ്പിച്ചെടുക്കാനും ബിഗ് ബോസിന്റെ ചട്ടത്തിനും നിയമത്തിനും ലംഘിക്കാത്ത രീതിയിൽ അത് കളിക്കാനും ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട് ജിൻഡോ മച്ചാന്. അതുപോലെ തന്നെ ഏറ്റവും അധികം നെഗറ്റീവ് ഏറ്റുവാങ്ങേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആണ്. ആദ്യ ആഴ്ചകളിൽ ഒരുപാട് കുറ്റങ്ങൾ ജിൻഡോനെ പറ്റി പുറത്തും അകത്തും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ വസ്ത്രത്തിൽ അമിതമായിട്ട് ഇടപെടുന്നു, മണ്ടനാണ്, പൊട്ടനാണ്, സംസാരിക്കാൻ അറിയില്ല, ആരാണ് ഇവനെ ബിഗ് ബോസിൽ കയറ്റിവിട്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസും കൂടി ജിൻഡോനെ ഒറ്റപ്പെടുത്തിയ ഒരുപാട് എപ്പിസോഡ്സ് നമ്മൾ കണ്ടു കാണും. അവരൊക്കെ തരണം ചെയ്തുകൊണ്ട് പിന്നീട് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആവാനായിട്ടുള്ള ഒരു ചൈത്രയാത്രയായിരുന്നു. ലാലേട്ടന്റെ എപ്പിസോഡിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള സംസാരങ്ങളിലൂടെ, അല്ലായെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയി വളരെ മികച്ചൊരു മത്സരാർത്ഥിയായിട്ട് ജിൻഡോന് മാറാനായിട്ട് സാധിച്ചു. ഇതൊക്കെ ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ വന്ന് തന്റെ കഴിവും ടാലന്റും കൊണ്ട് നേടിയെടുത്തതാണ്. ആദ്യ നാളുകളിൽ ഒരുപാട് നെഗറ്റിവിറ്റിയാണ് ജിൻഡോന് നേരിടേണ്ടി വന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ഒരുപാട് പേരുടെ സ്നേഹം ജിൻഡോനെ കാത്തിരിപ്പുണ്ട്. ആ ഒരു സ്നേഹമാണ്, ആ ഒരു സ്നേഹ സമ്മാനമാണ് ജിൻഡോന് ഇപ്പോൾ ഈ ഒരു കപ്പായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് വെറും ഒരു കപ്പല്ല, ജിൻഡോ പൊരുതി നേടിയ ജിൻഡോന്റെ വിജയമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ കിരീടം വെച്ച അവകാശിയായി മാറിയിരിക്കുകയാണ് ജിൻഡോ മച്ചാൻ. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഒറ്റപ്പെടുത്തിയ പല കണ്ടസ്റ്റൻസും, പറ്റി മോശം പറഞ്ഞ പല കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഓരോ സമയങ്ങളിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോയ സമയത്ത് ആദ്യം കണ്ണുനീർ വന്നത് ജിൻഡോന്റെ കണ്ണിൽ നിന്നായിരുന്നു. കാരണം മറ്റുള്ളവർക്കൊരു വാല്യൂ ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടൊരു സ്പേസ് ഉണ്ട്, അവർക്ക് മനുഷ്യത്വമുണ്ട്, അവരൊരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ കണ്ടറിഞ്ഞ് ഗെയിം കളിച്ചൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പല സമയങ്ങളിലും ജിൻഡോന്റെ ആ ഒരു മനുഷ്യത്വം നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടുണ്ട്. ലാലേട്ടൻ മറ്റൊരു കണ്ടസ്റ്റന്റിനെ പറ്റി ഒരു കുറ്റം പറയാൻ അല്ലെങ്കിൽ അവരുടെ ഒരു നെഗറ്റീവ് പറയാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോ ഒരിക്കലും അതിനെപ്പറ്റി പറയാറില്ല. ലാലേട്ട എന്നെ അതിനെപ്പറ്റി പറയാനായിട്ട് പറയരുത്, കാരണം എനിക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല, എല്ലാവരും എൻ്റെ കൂട്ടുകാരാണെന്നുള്ള രീതിയിലാണ് ജിൻഡോ എപ്പോഴും സംസാരിക്കുന്നുണ്ടായത്. അതൊക്കെ ജിൻഡോന്റെ മനസ്സിന്റെ നന്മ കൊണ്ടാണ് ബിഗ് ബോസ് ഹൗസിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നത്. ഏറ്റവും കൂടുതൽ ജനപിന്തുണയോടുകൂടി ഇപ്പോൾ ഈ ഒരു കപ്പ് ഉയർത്തിയിരിക്കുന്ന ജിൻഡോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂറ്റൻ വോട്ടിന്റെ ലീഡാണ് ജിൻഡോ ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ജിൻഡോ മച്ചാന് വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ട് ഒരുപാടധികം വോട്ടിന് മുന്നിലായിരുന്നു ജിൻഡോ.
ഇന്ന് നടക്കാനിരിക്കുന്ന ഫിനാലെ എപ്പിസോഡിൽ ജിൻഡോ നേടിയ വോട്ട് സ്ക്രീനിൽ കാണിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം അത് കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വോട്ടിന് വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് പിടികിട്ടും. എന്തൊക്കെയാണെങ്കിലും സീസൺ 5ന്റെ മോഡലാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വോട്ടിന്റെ ലീഡ് സ്ക്രീനിൽ കാണിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതകളും കാണുന്നില്ല. അതുപോലെ തന്നെ സീസൺ 4നെ ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു ഫിനാലെ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സീസൺ 4ൽ നടന്നതുപോലെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടി കാണാൻ പറ്റുന്ന രീതിയിൽ പ്ലേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വോട്ട് കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയും ഡിസേർവിംഗ് ആയിട്ടൊരു വിന്നറാണ്. അപ്പോൾ ഇത്രയും ജനങ്ങൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾക്ക് അറിയണം. അപ്പോൾ വോട്ട് ശരിക്കും കാണണമെന്നാണ് എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം. എന്തൊക്കെയാണെങ്കിലും വോട്ട് കാണിച്ചില്ല, കണ്ടാലും കണ്ടില്ലെങ്കിലും എന്തൊക്കെയാണെങ്കിലും ജിൻഡോ മച്ചാൻ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ കിരീടാവകാശി ആയിരിക്കുകയാണ്. കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. 100% കൺഫേംഡ് ആയ ഒരു അപ്ഡേറ്റ് ഇന്ന് നടക്കാനിരിക്കുന്ന ഫിനാലെ എപ്പിസോഡിൽ നമുക്കത് കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്